രാവിലെ റെഡിയായി എങ്ങോട്ടാന്നല്ലേ? അത് വഴിയെ പറയാട്ടോ. പൂനെയിൽ ഇപ്പോൾ മഴക്കാലമാണേ, അതുകൊണ്ട് വെള്ളമുള്ള ഏതെങ്കിലും സ്ഥലം ഉണ്ടോ എന്ന് തപ്പി ഇറങ്ങിയതാണ്. അതാണ് ഈ ടവലൊക്കെ. എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിയാൽ കുഞ്ഞു ബാക്ക് സീറ്റിൽ കിടന്ന് ഉറങ്ങുവാണ് പതിവ്. അതാണ് തലയാണ. ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ അല്ലേ? അങ്ങനെ കാറ് വന്നു. ഐശ്വര്യമായിട്ടൊരു ഹായ് പറയൂ ഏട്ടാ എന്ന് പറഞ്ഞപ്പോൾ ദേ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. രാവിലെയാണ്, കടകളൊന്നും തുറന്നിട്ടില്ല. ഒരു 7:30 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ലവാസ എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയുക, ഒരു ഗോസ്റ്റ് സിറ്റി എന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. അവിടെ പോകാമെന്നാണ് വിചാരിച്ചത്. ഗോസ്റ്റ് സിറ്റി എന്നാണെങ്കിലും അവിടെ ഗോസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കാറിൽ വെയിറ്റിംഗ് ആണ്. കുഞ്ഞു, എങ്ങനെയുണ്ട് യാത്ര? ബോറാണോ? എന്തുവാടാ, ഇനി കുറച്ച് സമയം കൂടി ഉണ്ട്, അരമണിക്കൂർ കൂടെ. ഇതുവരെയുള്ള യാത്ര പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. റോഡ് ഇങ്ങനെ കാണാൻ പറ്റുന്നതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇഡ്ഡലിയും ചമ്മന്തിയുമാണ്. അപ്പോ നല്ല വട കിട്ടുന്ന ഒരു സ്ഥലം കണ്ടിട്ട് അങ്ങോട്ട് വട വാങ്ങിക്കാൻ വേണ്ടി പോയേക്കുവാ. അങ്ങനെ വടയൊക്കെ കിട്ടിയിട്ടുണ്ട്. അനീഷിത്തെ വടയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇനി ഞങ്ങൾ വീണ്ടും യാത്ര പോകാൻ പോവാണ്. പോകുന്ന വഴി പക്ഷെ ഒരു രക്ഷയുമില്ല, ഭയങ്കര പച്ചപ്പാണ്. പക്ഷേ ഈ സ്ഥലം ഇങ്ങനെ പച്ചപ്പിൽ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൺസൂൺ സമയത്ത് തന്നെ വരണം. അല്ലെങ്കിൽ ചുമ്മാ ഉണങ്ങി വരണ്ട് കിടക്കുവാണ്, നമുക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ മൺസൂൺ സമയം, അതായത് ജൂലൈ ഓഗസ്റ്റ് സമയമാണ്, ജൂൺ ജൂലൈ ഓഗസ്റ്റ് സമയമാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇപ്പം ഏകദേശം ലവാസ സിറ്റി എത്താറായിട്ടുണ്ട്. അപ്പോൾ കാണുന്നൊരു ഡാമാണിത്. സിറ്റിയുടെ എൻട്രൻസിലെത്തി. അപ്പോൾ എൻട്രൻസ് ഫീ ആയിട്ട് 500 രൂപ കൊടുക്കണം. 4 വീലറിന് 500ഉം 2 വീലറിന് 200 രൂപയുമാണ്. അങ്ങനെ നമ്മൾ ലവാസയിലെത്തി. ഈ ലവാസ എന്ന് പറയുന്നത് ഒരു പ്ലാൻഡ് സിറ്റി ആയിരുന്നു കേട്ടോ. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇറ്റാലിയൻ നഗരമായ പോർട്ടോഫിനോയെ ബേസ് ചെയ്ത് നിർമ്മിച്ചതാണിത്. പക്ഷേ ഇതിനകത്ത് ഒരുപാട് സ്ട്രീറ്റുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇത് പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാൻഡ് കൈവശപ്പെടുത്തിയതിനും പരിസ്ഥിതിക്ക് നാശം വരുത്തിയതിനും അതുപോലെ തന്നെ ഈ പ്രോജക്റ്റ് നടപ്പിലായതിൻ്റെ പിന്നിലെ ഒരുപാട് പൊളിറ്റിക്കൽ കറപ്ഷൻസ് കൊണ്ടും ഇതിൻ്റെ പ്രവർത്തനം നിർത്തലാക്കേണ്ടി വന്നതാണ്. അങ്ങനെയാണ് ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട സിറ്റിയായിട്ട് മാറിയത്. പക്ഷേ ഇപ്പോൾ ചില നമ്മളിപ്പോൾ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒരുപാട് വീടുകളിൽ ആൾ താമസം കാണാം നമുക്ക്. അതായത് 2023 എനിക്ക് തോന്നുന്നു ഇവരെന്തെങ്കിലും സ്റ്റേ ഒക്കെ വാങ്ങി കാണുമായിരിക്കും. അപ്പോൾ ചെറുതായിട്ട് താമസം, അതായത് നേരത്തെ വന്ന ആ സ്റ്റേക്ക് ചെറിയ ഒരു മാറ്റം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ സിറ്റി കാണുമ്പോൾ സങ്കടം തോന്നിക്കുവേ. ഒന്നുകിൽ ഇവർക്ക് ഈ കൺസ്ട്രക്ഷനെ അനുവദിക്കരുതായിരുന്നു, അല്ലെങ്കിൽ ഇത്രയൊക്കെ നോക്ക്, എത്ര വലിയ ബിൽഡിങ്സും കെട്ടിടങ്ങളും ആണെന്നേ. അപ്പോൾ ഇത്രയും വലിയ പ്ലാൻഡ് ആയിട്ട് നിർമ്മിച്ചിട്ട് എന്തുമാത്രം കോടിക്കണക്കിന് പൈസയായിരിക്കും ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ അങ്ങ് ഉപേക്ഷിക്കപ്പെടുന്നത് ആലോചിക്കുമ്പോഴും ഒരു സങ്കടം തോന്നുന്നു. പക്ഷേ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഇത്രയും പശ്ചിമഘട്ടമാണ്, നമ്മുടെ വെസ്റ്റേൺ ഗഡ്സ് ആണ്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് അനുമതി കിട്ടിയതെന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ. ഈ കാണുന്നത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ സിറ്റിയെ പ്ലാൻ ചെയ്ത സമയത്ത് ഇതിൽ കോളേജുകളും ഹോസ്പിറ്റലുകളും കടകളും എല്ലാം ഉണ്ടായിരുന്നേ. പക്ഷേ ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് ഇവിടെ നിന്ന് പഠിക്കാനായിട്ട് പറ്റും. ഈ കാണുന്ന വില്ലാസൊക്കെ ഇല്ലേ, ഇത് സീനിയർ സിറ്റിസൺസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണേ. ഇതിലെല്ലാം തന്നെ ആൾതാമസമുണ്ട്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ ഏജ് ഓൾഡ് ആയിട്ടുള്ള കുറേ അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയൊക്കെ കണ്ടിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഭയങ്കര സന്തോഷമായിട്ട് പോകുന്നതായിട്ടാണ് കണ്ടത് കേട്ടോ. അത് കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. പിന്നെ ഞങ്ങൾ അവിടുത്തെ ലേക്ക് കാണാൻ വേണ്ടി വന്നു. അപ്പോൾ ലേക്കിന് ചുറ്റും ഒരുപാട് ഷോപ്പുകളും
ബിൽഡിങ്ങുകളും ലേക്ക് വ്യൂ ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ ഉണ്ട്. കണ്ടാൽ സത്യം പറഞ്ഞ ഒരു ഫോറിൻ സിറ്റിയിൽ എത്തിയ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ലേക്കിൽ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. സ്പീഡ് ബോട്ടുകളും ഒക്കെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് കയറാം. അപ്പോഴേക്ക് സമയം 11:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങ് പുറത്ത് ഇറങ്ങി. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കടയിൽ കയറി. മലമുകളിൽ വന്നാൽ മാഗി എന്ന് പറയുന്നത് കഴിച്ചേ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ മാഗിയാണ് ഓർഡർ ചെയ്തത്. മസാല മാഗി ആയിട്ട് പ്ലെയിൻ മാഗി ഇതാ എല്ലാവരുടെയും ഭക്ഷണം കിട്ടി. അങ്ങനെ ഇതോ കഴിക്കാൻ പോവുക ഞങ്ങൾ. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് ചോളം കണ്ടത്. ചോളം കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്കും കുഞ്ഞുനും എന്തായാലും അത് വേണം. അങ്ങനെ ഞങ്ങൾ 2 ചോളം പറഞ്ഞു. ആ കൊച്ച് വേഗം തന്നെ അത് ഉണ്ടാക്കി തരുകയും ചെയ്തു. പറയാതിരിക്കാൻ വയ്യ, നല്ല സൂപ്പർ ടേസ്റ്റി ആയിരുന്നു കേട്ടോ. വരുന്ന വഴിക്ക് മാങ്ങയും ഞാവലും കണ്ട് ചാടി ഇറങ്ങിയതാണേ. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർ പറയുന്ന വില ഹിന്ദി അറിയത്തില്ല. പിന്നെ അടുത്തിരിക്കുന്ന ആളാണ് പറഞ്ഞു തന്നത് ആ മാങ്ങയ്ക്ക് 1 കിലോ 100 രൂപയാണ്, ഞാവല് 250 ഗ്രാമിന് 50 രൂപ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് വീണ്ടും കാറ് മൊത്തം മാങ്ങയാണ്. ഇപ്പോൾ നല്ല മണമാണ് കേട്ടോ മാങ്ങയ്ക്ക്, നല്ല ഫ്രഷ് മാങ്ങയാണ്. ഇവിടുന്ന് ഞങ്ങൾ ഈ സ്ഥലത്തേക്കാണ് വന്നത്. അത് അടുത്ത ഭാഗത്തിൽ ഉൾപ്പെടുത്താം. എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.